ഇത് അർജുനെ തമിഴിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? അർജുനെ ഉള്ളൊരു തരമുള്ളത് കൊണ്ടാണല്ലോ അർജുനൊരു സൂപ്പർ സ്റ്റാറാണ്. റൊമാൻറ്റിക് സ്റ്റാറാണ് ഉദ്ദേശിച്ചത്. റൊമാൻറ്റിക് സ്റ്റാറാണ് ഉദ്ദേശിച്ചത്. എന്നാണ് അവരുടെ എടുത്തിട്ട് ഇത്ര ആൾക്കാരുടെ പ്രഷറോടെ കണ്ട് ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് ഒരിക്കലും ആൽബം ഇറങ്ങുന്നത്. ശേഷമാണ് എങ്ങനെയുണ്ടായിരുന്നു പ്രഷറോടെ കണ്ട്? എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു തിയേറ്ററിൽ വന്നൊരു എക്സ്പീരിയൻസ് കുറെ ആഗ്രഹിച്ചാണ് സിനിമയിൽ കാണാൻ വേണ്ടി. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എങ്ങനെയാണ് നമ്മൾ മദ്രാസ് മലർ എങ്ങനെയുണ്ട്? നിങ്ങളല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. കേരളടാ ഇത് എത്രയാ ഡ്യൂറേഷൻ എത്രയാ പടത്തിന്റെ? ഡ്യൂറേഷൻ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു അർജുനോട് കോംബോ? എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഒരു കോംബോ തന്നെയായിരുന്നു. അപ്പൊ വീണ്ടും സ്ക്രീനിലേക്ക് ഒന്നിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഈ കോംബോയിൽ സിനിമ പ്രതീക്ഷിക്കാമോ? അർജുൻ ജിത്തു ജയചന്ദ്രൻ പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങി. സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം, ആലോചിക്കാം അല്ലേ? അല്ലെങ്കിൽ സിനിമാ മോഹനുള്ള എത്രത്തോളം എത്തി അതിന്റെ അടുത്തേക്ക്? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതായാലും കുളിച്ച് ഇനി ചന്ദ്രക്ക് തൊട്ട് കയറാൻ വെച്ചു. സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. നോക്കി നോക്കിയൊക്കെ ശ്രീത് ഞാൻ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. റിയൽ ലൈഫിൽ എത്രത്തോളം പോസിബിൾ ആണ് ഡയലോഗ്? റിയൽ ലൈഫിൽ എത്രത്തോളം പോസിബിൾ ആണ് ഈ ഡയലോഗ് ചെയ്യുക? റിയൽ ലൈഫിൽ എത്രത്തോളം പോസിബിൾ ആണ് ആ ഡയലോഗ് എന്നറിയാം. നിങ്ങളെ ഈ കോംബോ പേശർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനിയും ഇതേപോലെയുള്ള കാര്യങ്ങൾ ആൽബം ഷോർട്ട് ഫിലിം ആയാലും പ്രോജക്ട്സ് എനിക്ക് തമിഴിലാണ് അർജുൻ സിനിമകളായിട്ട് തന്നെ ഇത് അർജുനെ തമിഴിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? അർജുനെ ഒന്നോ തമിഴ് ശ്രീധുവിന്റെ മലയാളം പേര് ശരിയായിട്ടില്ല എന്ന് പറയുന്നു. അല്ല ശരിയായി, ഞാൻ പെട്ടെന്ന് അവിടെ തമിഴ് ഫ്രണ്ട്സോട് ഹാപ്പിയാണോ? സപ്പോർട്ട് ചെയ്യാം. കുറെ പേരുടെ നമ്മുടെ മാത്രമല്ല, കുറെ ബാക്കിൽ കുറെ ആൾക്കാർ സിനിമകളാണ്. കുറെ ആൾക്കാർ കുറെ വർഷമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്ത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി വേണ്ടി ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയുക. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ പറയാം. എല്ലാവരും അത് തിരുത്തി മുമ്പോട്ട് പോകും. നെഗറ്റീവ് ഇല്ല, അല്ല ഞാൻ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. താങ്ക് യു സോ മച്ച്. അഭിനയിക്കുന്ന കാര്യത്തിൽ വെറുതെ എങ്ങനെ കളിയാക്കി മെത്തേഡായിട്ട് അങ്ങനെയൊന്നുമില്ല.
അതൊക്കെ ആ ഒരു ഫ്ലോയിൽ പോകും. എനിക്ക് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ടിങ് എന്ന് പറയുന്നത്. ക്യാമറയുടെ മുന്നിൽ ഇത്ര നേരം നിൽക്കുക, ഡയലോഗുകളോ ഒക്കെ എല്ലാം ക്രിയേറ്റേഴ്സിന്റെ കഴിവാണ്. അപ്പൊ നമുക്കിപ്പോ എത്ര അറിയില്ല അറിയാമെന്നാലും നല്ലൊരു ക്രിയേറ്റർ ആയിരിക്കുകയാണെങ്കിൽ എങ്ങനെ വേണം ചെയ്യാമെന്നുള്ളത് അങ്ങനെ ചെയ്യാം. എല്ലാം ക്രിയേറ്ററിന്റെ കഴിവാണ്. ഉള്ളൊരു തരമുള്ളത് കൊണ്ടാണല്ലോ ഉള്ളിലെ തരകളാണ് നമ്മുടെ കൂടെ വരെ എത്തിയത്. മുമ്പോട്ട് ആ തരത്ത് കയറത്തെന്ന് ഇല്ല, ലാസ്റ്റ് ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. ആ ഷോ ആയിട്ട് ഞാൻ കണ്ടില്ല. ചെറിയ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ, അതിന് വെയിറ്റിംഗ് ആണ്. ശ്രീതു അർജുൻ എപ്പോഴും സൂപ്പർ സ്റ്റാറോ? അർജുൻ എപ്പോഴും എത്ര കൊല്ലം കഴിയണം? ഗേൾസിന്റെ ഇടയിൽ അർജുനൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ്. റൊമാൻറ്റിക് സ്റ്റാറാണ് ഉദ്ദേശിച്ചത്. റൊമാൻറ്റിക് സ്റ്റാറാണ് ഉദ്ദേശിച്ചത്. ഗേൾസിന്റെ ഇടയിൽ അർജുന റൊമാൻറ്റിക് സ്റ്റാറാണ്. അത് വിട്ടുപോയി. അല്ല ഒരു മിനിറ്റ് ഇപ്പൊ എടുക്കാം. അടുത്ത